ഒറ്റശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷിയും കുഞ്ഞിനെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. മൂന്തൻ സാറിന് ഇങ്ങനെ മീനാക്ഷി കുഞ്ഞിനെ കാണും. മീനാക്ഷി ഇങ്ങനെ കരയാണ് കേട്ടോ. അതേസമയം വിളിക്കുകയാണ്, മീനാക്ഷി ഇങ്ങ് വായോ കുഞ്ഞിനെ കൊണ്ടുപോയോ മീനാക്ഷി എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. മീനാക്ഷിക്ക് ആകെ മുകുന്ദനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ അതിലേറെ വിഷമമാണ്. പിന്നീട് കല്ലുമോളോട് ഇങ്ങനെ പറയുകയാണ്, മോളെ ഇങ്ങ് വായോ, ഞാനാണ് നിൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മീനാക്ഷി കല്ലുമോളെ മൂന്തൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. മൂന്തൻ ആ കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും നെഞ്ചോട് ചേർത്തുകയും ഒക്കെ ചെയ്യണം കേട്ടോ. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ് കേട്ടോ. കുഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി എനിക്ക് ആരുമില്ല എൻ്റെ എന്ന് പറയാൻ ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. മീനാക്ഷി ഒരു അമ്മയും മോളുമാണ്, അത് സമ്മതിച്ചു, കാര്യം ശരി തന്നെ. മീനാക്ഷി നമ്മുടെ എഗ്രിമെൻ്റ് ഓർമ്മയുണ്ടല്ലോ, മീനാക്ഷി കല്യാണം കഴിയുകയോ വേറെ ഒരു തരത്തിലും അല്ലല്ലോ. മീനാക്ഷി ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, മീനാക്ഷി വിവരം വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കല്ലുമോള് മാത്രമേ ഉള്ളൂ മീനാക്ഷി, അതുകൊണ്ട് ഇവളെ എനിക്ക് ഇങ്ങ് തന്നേക്ക്, നീ തരണം എന്നിങ്ങനെ പറയണം കേട്ടോ. മീനാക്ഷി സാവകാശം ആലോചിച്ചിട്ട് ചെയ്താൽ മതി, എനിക്ക് ജീവിക്കാൻ തന്നെ പ്രതീക്ഷയുള്ളത് ഈ മോളെക്കുറിച്ച് മാത്രമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. മൂന്തമ്മേനെ കുഞ്ഞിനെ എത്ര കണ്ടിട്ടും കൊഞ്ചിച്ചിട്ടും മതിയാവില്ല കേട്ടോ. അതിനുശേഷം മീനാക്ഷിയോട് കുഞ്ഞിനോട് എടുത്തോളം പറയണം കേട്ടോ. കല്ലുമോളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാനാണ് നിൻ്റെ അച്ഛൻ എന്നിങ്ങനെ മൂന്തൻ പറയണം കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ വരാം, മീനാക്ഷി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അവർ തിരിച്ച് വരുമ്പോൾ ചന്ദ്രശേഖരൻ കാറിങ്ങനെ നല്ല സ്പീഡിൽ വിടുക കേട്ടോ. മൂന്തനങ്ങനെ ഭയങ്കര സന്തോഷമാവും. നീ നന്നായി സ്പീഡിൽ വിട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ സീമയ്ക്ക് ദേഷ്യം വരും. വേണ്ട സ്പീഡിലൊന്നും വിടണ്ട, കുറച്ച് കമ്മിയാക്കിയിട്ട് സാധാരണ പോലെ വിട്ടാൽ മതി എന്ന് പറയും. സീമ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞാൽ തീരില്ല. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ നെഞ്ചോട് ചേർത്ത് വെച്ചു. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. എന്ത് വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും വിട്ടോ നീ വണ്ടി, ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം സീമ പറയുന്നുണ്ട്, സാറിൻ്റെ ആരോഗ്യകാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തിനാണെന്നറിയോ, സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, സാറ് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊന്നും മൂന്തന് മനസ്സിലാക്കുന്നില്ല, പക്ഷെ മൂന്തന് ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. അതേസമയം പിന്നീട് സുഗണനും ആശാനും ഫിലോമിനയും എല്ലാം കൂടിയിട്ട് വരികയാണ്. അയാൾ എന്തിനാണ് അവിടെ വന്നത്, ഞാനിങ്ങനെ കയ്യില്ലാത്ത ആൾക്കാർ ഇങ്ങനെ എണിക്കാൻ ശേഷിയില്ലാത്ത ഒരു പിച്ചക്കാർ പോലെ ഇരിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്, പല ഐഡിയകളും കൊണ്ടാണ്. അതുപോലെ അവർ കുഞ്ഞിനെ കൊണ്ടുപോകാനാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അവരങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകാനൊന്നുമല്ല, തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ കുഞ്ഞ്. അമ്മയും മോളും എന്താ ബന്ധം എന്നുള്ളത് അവർക്ക് അറിയുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. മീനാക്ഷി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മീനാക്ഷി അകത്തുണ്ട്. അവൾക്കൊന്നും ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരവില്ല, അതുപോലെ അവൾക്ക് തിരിച്ച് ചോദ്യവുമില്ല. അങ്ങനെ ഒരു വിഷമഘട്ടത്തിലാണ് അവൾ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അതേസമയം ഫിലോമിന പറയണം, ഞാനൊന്ന് മീനാക്ഷിയെ കാണട്ടെ എന്ന് പറയും. വേണ്ട പ്രസന്ന വിലക്കുകയാണ് കേട്ടോ. വേണ്ട, അവളുടെ മാനസികാവസ്ഥ ശരിയല്ല, അതുകൊണ്ട് വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രസന്ന ഇങ്ങനെ പോയി നോക്കുമ്പോൾ മീനാക്ഷി ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. കല്ലുമോളാണെങ്കിൽ ഉറക്കത്തിലുമാണ്. മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുകയാണ്, അയാളുടെ മുകുന്ദൻ്റെ അവസ്ഥ ആലോചിക്കുകയാണ്. ഏത് ഭാഗത്താണ് ശരി, ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മുകുന്ദൻ്റെ അവിടെ കൃഷ്ണവേണിയും ഭർത്താവും വരികയാണ് കേട്ടോ. വന്നതിന് ശേഷം എന്താ ഞങ്ങളെയും കൂടി വിളിക്കാതെ ഏട്ടൻ പോയത്, എന്തിനാ തനിയെ കൊണ്ടുപോയത് സീമയെ എന്നിങ്ങനെ പറഞ്ഞ് സീമയെ വഴക്ക് പറയുകയാണ് കേട്ടോ. നിങ്ങളെ വിളിക്കാതിരുന്നത് എന്താണെന്നറിയോ, അതിന് കാരണങ്ങളുണ്ട്. ഞാനൊന്ന് എൻ്റെ മോളെ കാണട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുക. അവൾ ബുദ്ധിയും വിവരമുള്ള കുഞ്ഞല്ലേ, എന്തായാലും ശരി കല്ലുമോളെ അവൾ തരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്കൊരു നീരസം വരികയാണ് കേട്ടോ. പക്ഷേ മൂന്തൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. സീമ വന്നിട്ട് അടുത്ത പരിപാടിക്ക് വിളിക്കുകയാണ് കേട്ടോ. അതേസമയം കൃഷ്ണയ്ക്കൊന്നും അത് പറ്റില്ല. കൃഷ്ണ സീമയെ വഴക്ക് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നതാണ്, പക്ഷേ ഈ കാര്യം മാത്രം നീ എന്താ നിയന്ത്രിച്ചില്ല എന്നിങ്ങനെ സീമയോട് കൃഷ്ണ തട്ടിക്കയറുക.